അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബീഫ് കൊണ്ട് ഒരു കട്ലറ്റാണ്. സൂപ്പർ ടേസ്റ്റിലൊരു കട്ലറ്റ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ ഈ റമദാൻ മാസത്തിൽ നമുക്ക് നോമ്പ് മുറിക്കാൻ ഒരു കട്ലറ്റ്, അതിനുള്ള ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, കാബേജ്, സവാള, പിന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ച് വെക്കുക. ഇത് ബീഫാണ്. ബീഫ് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിലിട്ട് വേവിച്ച് വെച്ചേക്കുക. എല്ലില്ലാതെ വേവിച്ച് വെച്ചേക്കുക. അപ്പോൾ ബ്രെഡുണ്ട്, ഇത് പൊടിക്കണം. ഇത്രയും സാധനങ്ങൾ വേണം. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ഓരോന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചപ്പോഴാണ് എണ്ണ ഇല്ലാത്ത കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ കവറിനകത്തിരുന്ന എണ്ണ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഇട്ടാൽ മതി. ഒരു 2 സ്പൂൺ എണ്ണ മതി ഇതിന്. ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുത്ത് സവാള ഒന്ന് ഇടാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ലറ്റാണ് ഇത്, ബീഫ് കട്ലറ്റ്. ബീഫ് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചേക്കണം, ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട്. അതിനുശേഷം ആറിയതിന് ശേഷം വേണം അത് പൊടിക്കാൻ. ഇപ്പം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ച് ഒന്ന് ആറണം. ആറിയതിന് ശേഷം വേണം നമുക്കിത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആറിയതിന് ശേഷം വേണം നമുക്കിത് ബോളാക്കി ഒരു നാരങ്ങ വലിപ്പത്തിൽ ബോളാക്കിയിട്ട് നമുക്ക് കട്ലറ്റ് റെഡിയാക്കാൻ. ഇപ്പോൾ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഉള്ളവർ ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് ക്യാബേജ് ഇട്ട് കൊടുത്തേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വാടട്ടെ. ഒരുപാടങ്ങ് ഇതാക്കണ്ട, ഒന്ന് വാടിയാൽ മതി. ഒന്ന് നല്ല ഇതാക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ശകലം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. പിന്നെ എരിക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട. എരിക്ക് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകുണ്ട്, ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന പിന്നെ ഉടച്ച് വെച്ചേക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടാണ് ഞാൻ വേവിച്ച്. അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. ഇത് മിക്സിക്കകത്തിട്ട് പൊടിക്കരുത്. ഇതൊന്നീ കൈ കൊണ്ടോ അല്ലെങ്കിൽ തവിയുടെ ഇതുകൊണ്ട് വേണം ഇത് ഉടച്ചു കൊടുക്കാൻ. അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബീഫ് ആറിയതിന് ശേഷം പൊടിച്ച് വെച്ചേക്കുന്ന ക്രഷ് ചെയ്ത് മിക്സിക്കകത്തിട്ട് പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. നല്ലതുപോലെ ഇളക്കി എടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ആറിയതിന് ശേഷം വേണം, നല്ലതുപോലെ ആറിയതിന് ശേഷം വേണം നമ്മളിത് ബോളാക്കി എടുക്കാൻ. ഒരു നാരങ്ങ വലിപ്പത്തിൽ ബോളാക്കണം. അപ്പോൾ അതാണ്ട് ഞാൻ അത് റെഡിയാക്കുവാണ്. നാരങ്ങ വലിപ്പത്തിൽ ഞാനല്ല, മരുമോളാണ് റെഡിയാക്കുന്നത്. ഇത്രയും മതി, ഒരുപാട് ഇതാണ്ട്. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പൊരിക്കാൻ നേരത്താണ് നമ്മളിത് പൊട്ടിപ്പാവാതെ വേണം എടുക്കാൻ. ഇത് ബ്രെഡിനകത്ത് പിന്നെ പൊതിഞ്ഞെടുക്കാൻ. പൊരിക്കാൻ നേരത്തും പൊട്ടിപ്പോവരുത് ഇത് പൊരിക്കാനിടുമ്പോഴും. നമ്മുടെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ദിവസവും പൊരിക്കാം. എന്നും ഇത് അങ്ങനെ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അപ്പം ശകലം മൈദാമാവ് എടുത്ത് ഒരു 2-3 സ്പൂൺ മൈദാമാവ് എടുത്ത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇതാക്കണം, യോജിപ്പിച്ച്. കൈകൊണ്ടായാലും മതി, കൈകൊണ്ട് യോജിപ്പിച്ച് ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ ഇതിൽ വെക്കണം. ഇല്ലെങ്കിൽ മുട്ട വേണമെന്നവർക്ക് മുട്ടയും ചേർക്കാം. ഇത് ഞാൻ മൈദാമാവാണ് എടുത്തേക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ നോമ്പ് മുറിക്കുന്ന സമയത്തിൻ്റെ 5:45 മണിക്കാണ് ഇത് എടുത്തേക്കുന്നത്, ഇത് പൊരിക്കുന്നത്. നമ്മൾ ചൂടോടെ തന്നെ പൊരിക്കുക. അപ്പം ചൂടോടെ തന്നെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ചെറിയ ഒരു ഇതാണ് വെച്ചേക്കുന്നത്. ഇത് ഇതാണ്ട ഇങ്ങനെയാണ് എടുക്കേണ്ടതാ. ഇട്ട് ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഒന്ന് പൊതിയണം. ഈ ബ്രെഡിൻ്റെ പൊടി കൊണ്ട് ഒന്ന് പൊതിയണം. പൊതിഞ്ഞ് ഇത് പൊട്ടിപ്പോവരുത്. അങ്ങനെ എടുത്ത് എണ്ണയ്ക്കകത്തോട്ട് ചേർക്കാം. ഇങ്ങനെ ഇതാണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുതാവുമ്പോൾ നമുക്ക് 2-3 ആവശ്യാനുസരണം ഇടാം. ഒരുപാട് വലിയ ചീനിച്ചട്ടി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല.
കണ്ടണ്ട. എണ്ണ നല്ല ചൂടാവുന്ന സമയത്ത് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് 3 എണ്ണം ഇടാൻ പറ്റും ഇതിൽ. എന്നിട്ട് ബാക്കിയുള്ളതും ഇതേമാതിരി അങ്ങ് പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത് തിരിച്ചിടണം. ഇതേമാതിരി തിരിച്ചു കൊടുക്കാം, ഇടണം. ഇനി ഒന്നും കൂടെ വെച്ച് നോക്കണം. ശരിയായില്ല, ഇനി ഒന്നും കൂടെ ഇതാവണം. തീ കൂട്ടി ഒരുപാട് തന്നെ കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ച് വേണം വേവാൻ. ഉള്ളു വേവണം. വേണ്ട, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആവശ്യാനുസരണം നമുക്കിത് പൊരിച്ചെടുക്കാം. പാല് ചായക്കുള്ള പാല് കാച്ചി വെക്കാനുള്ള പാല് എല്ലാം അടുപ്പേ ഇരിക്കും. അപ്പുറം ഇപ്പുറം എല്ലാം ഓരോന്നുണ്ട്. അങ്ങനെ ഇത് വേണ്ട, ഇതേമാതിരി പൊട്ടാതെ നമ്മൾ പൊരിച്ചെടുക്കണം. ഈ ബാക്കിയുള്ള പൊടി നമുക്ക് എടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഈ ബ്രെഡിൻ്റെ പൊടി അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള കട്ട്ലറ്റ് തയ്യാറായി. ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ അതാണ്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിൽ വെക്കാൻ ഇതെടുത്ത് വെച്ചേക്കുവാണ്. നാളെ എടുക്കാം. അപ്പോൾ ബാക്കി വന്ന ബ്രെഡിൻ്റെ പൊടിയും നമുക്ക് ഫ്രീസറിലോട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.